ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു നിമിഷത്തിൽ മേ ബി നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം. എങ്കിൽ കൂടിയും ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ ടോട്ടലി നിങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരിക്കലും ലൈഫിൽ നിന്നും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറുമല്ല. ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകണം എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മേ ബി നിങ്ങളായിട്ട് തന്നെ ഈ സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ആയി പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകണം എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ മാറിപ്പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും ഒരുപോലെ വിശ്വാസം ഉണ്ടാകണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട ഒരു സമയമാണ്. മേ ബി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സമയത്ത് ഒരു വൺ സൈഡഡ് ലവ് ആണ് ഇതെന്നുള്ള ഫീലിങ്സ് പോലും ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അവർ ഒരുപാടായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. യെസ്, കുറച്ച് പേരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെയും അവർക്ക് നിങ്ങളുടെയും ഫീലിങ്സ് പരസ്പരം അറിയാൻ കഴിയുന്നുണ്ടാവാം. ഡ്രീംസിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം കാണുന്നുണ്ടാവാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യെസ്, അത്രയധികമായിട്ടുള്ള ഒരു ഫിസിക്കലി മെൻ്റലി നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്ക് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ദേ നീഡ് യുവർ പ്രസൻസ് റൈറ്റ് നൗ. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ആ റൈറ്റ് ടൈമിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഒരുപാട് സഫർ ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരുപാട് സൈലൻ്റ് ആണ്. നിങ്ങളുടെ ഈ ഒരു സൈലൻസ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഒരു ചാൻസ് കൊടുക്കുക, അവരെ നിങ്ങൾ ലൈഫിലേക്ക് ചൂസ് ചെയ്യുക എന്ന് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് പോലും പല പ്രാവശ്യം ഈ റിലേഷൻഷിപ്പിന് ഒരു കാർമിക് റിലേഷൻഷിപ്പായിട്ട് തോന്നിയിട്ടുണ്ടാവാം. കാരണം അത്രമാത്രം ഒരു വേദന ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളുടെ സ്നേഹം അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് വളരെ ഹാർഡായിട്ട് പെരുമാറിയതായിരിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് ആ വ്യക്തിയുമായിട്ട് സെപ്പറേറ്റഡ് ആയി പോയി എന്നും ഉള്ള ആൾക്കാർ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാർമിക് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും നിങ്ങൾക്കുമായിട്ടുള്ള ലൈഫ് ജേണിയിൽ ഒരു ബാലൻസിങ് എനർജി കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. പരസ്പരം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ്. മേ ബി അതിനുള്ളൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലുള്ള ഒരു സെപ്പറേഷനാണിതെന്നും ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയ നിമിഷം മുതൽ അവർ ഒരുപാട് ലെസൺസ് മനസ്സിലാക്കുന്നുണ്ട്. അവരതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഹീൽ ആവണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്കുള്ള വേദനകൾക്ക് അവരുടെ ഒരു ഹീലിംഗ് എലമെൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത് നിങ്ങളെ. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമായിരുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിരുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഈ ഒരു നിമിഷത്തിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ രണ്ടുപേരും എഫേർട്ട് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ഒരു റീയൂണിയൻ തന്നെയാണ്. ഓക്കെ, ഓൾവേസ് യു ആർ ഇൻ മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു വലിയ സ്ഥാനം അവർ കൽപ്പിക്കുന്നുണ്ട്.
ആൻഡ് ഐ നീഡ് സ്പേസ്. ഓക്കെ, അവർക്ക് ഒരു അവരുടേതായിട്ടുള്ളൊരു ടൈം നിങ്ങൾ കൊടുക്കുക, ഒരു സ്പേസ് നിങ്ങൾ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരവസരം കൂടി നിങ്ങളുടെ ലൈഫിൽ അവർ കൊടുക്കണം, നിങ്ങൾ കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഐ വിൽ ഹീൽ ഓൾ യുവർ പെയിൻ, ട്രസ്റ്റ് മീ, ഐ വിൽ കം ടു യു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വേദന എത്രമാത്രം വലുതാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേദനകളെല്ലാം അവർ ഹീൽ ചെയ്യും. അവരെ നിങ്ങൾ വിശ്വസിക്കുക, അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ആൻഡ് ഐ കാൺട്ട് സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്. മീൻസ് അവർക്ക് ഉറങ്ങാൻ പോലും, ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ വിശ്വസിക്കുകയാണ്. ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ. ഓക്കെ, അവരോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങൾ ലഭിച്ചത് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. അതുപോലെ തന്നെ ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും നിങ്ങളുമായിട്ട് ഒന്നിച്ചേരുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ അവർ കൗണ്ട് ചെയ്ത് കഴിയുന്നൊരു സമയമാണിപ്പോൾ എന്ന് പറയുന്നുണ്ട്. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, ഒരിക്കലും അവരുടെ വേദന നിങ്ങളോട് അവർ തുറന്നു പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ് മീ. ഓക്കെ, നിങ്ങൾ അവരെ വിട്ടുപോയ ആ ഒരു നിമിഷത്തിലാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഐ എം സോറി ഫോർ നോട്ട് വിഷിങ് യുവർ സ്പെഷ്യൽ ഡേ. ഓക്കെ, നിങ്ങളുടെ ഏതോ ഒരു സ്പെഷ്യൽ ഡേക്ക് ആ വ്യക്തി നിങ്ങളെ വിഷ് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിന് അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കാം. ആ ഒരു ഡേയിൽ അവർ നിങ്ങളെ വിഷ് ചെയ്യാത്തതിലും അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഓക്കെ, യു ബിലീവ് ഓർ നോട്ട്, ഐ ലവ് യു മോർ ദാൻ യു നോ ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തി നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം, എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു കഴിയുന്ന വ്യക്തിയാണ്. ഐ എം മാനിഫെസ്റ്റിംഗ് യു. യെസ്, വി ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ദേ ആർ മാനിഫെസ്റ്റിംഗ് യു ഡിയേഴ്സ്. ഓക്കെ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്.